ഹലോ ഗായ്സ്, നമസ്കാരം. ഇപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വൻ രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന പെട്ര സ്റ്റീൽ ഡോർസിൻ്റെ പ്രീമിയം ബ്രാൻഡായിട്ടുള്ള പെട്ര സ്റ്റീൽ ഡോർസിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിരുന്നു. ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഇംഗ്ലീഷ് വീഡിയോ. അതാണ് ഈ ഒരു കോട്ടും സൂട്ടൊക്കെ ലുക്കിൽ വന്നിരിക്കുന്നത്. ഹായ് ഷാൻ ഭായ്, എന്തൊക്കെയാണ് വിശേഷം? അപ്പം ഞാൻ ഈ ഒരു സംഭവം കണ്ടപ്പം, കാരണം ഇതിൻ്റെ ഒരു ഭംഗി നോക്കി, ഇതൊന്നും കൂടിയും കോസ്റ്റ്ലി എങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ്? ബെറ്റർ വുഡിനെക്കാട്ടിലും കുറച്ച് കുറവാണ്, അതായത് 40% ലെസ് ആണ്. പക്ഷേ ഇതൊരു ലക്ഷറി സെഗ്മെന്റിൽ വരുന്നതാണ്. പ്രീമിയം വിട്ടിട്ട് ലക്ഷറി സെഗ്മെന്റ്, നമുക്ക് രണ്ട് സെഗ്മെന്റ്സ് ആണുള്ളത്, പ്രീമിയം സെഗ്മെന്റ്സ്, ലക്ഷറി സെഗ്മെന്റ്സ്. ഇത് ലക്ഷറി സെഗ്മെന്റ്സിൽ വരുന്ന അലൂമിനിയം കോട്ടഡ് ഡോർസ് ആണ്. അപ്പം നിങ്ങളെ വീട് എത്ര ചെറുതായിക്കോട്ടെ, ഇത്രയും വലിയൊരു ഡോർ വെച്ചിട്ട് അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പെട്ര സ്റ്റീൽ ഡോർസിന്റെ അവരുടെ സ്റ്റീൽ ഡോർസ് പറയുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഈ ഒരു സംഭവം എത്തിയിട്ട് എനിക്ക് തോന്നുന്നൊരു 5-6 വർഷമായി, ഏകദേശം 5-6 വർഷമായി. നമ്മൾ ബാംഗ്ലൂരിലായിട്ട് ഏകദേശം 5 വർഷത്തോളമായി. ഇപ്പൊ നമുക്ക് 5ഓളം ഔട്ട്ലെറ്റുകൾ ബാംഗ്ലൂരിൽ വരുന്നുണ്ട്. 5 ഔട്ട്ലെറ്റ് പെട്രയുടെ തന്നെ 5 ഔട്ട്ലെറ്റ് ബാംഗ്ലൂരിൽ. എന്താ തോന്നുന്നത്, കേരളത്തിലാണോ ബിസിനസ് കൂടുതൽ അല്ലെങ്കിൽ ബാംഗ്ലൂരാണോ? ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റിലും നല്ല ഡിമാൻഡ്. ഓൾമോസ്റ്റ് നമ്മൾ കേരളത്തിൽ ഏകദേശം 150ഓളം ഔട്ട്ലെറ്റുകൾ ഉണ്ട്. പിന്നെ തമിഴ്നാടുണ്ട്, കേരള, ആന്ധ്ര, തെലങ്കാന 3 ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇവിടെ വെച്ച് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നപ്പോൾ ഞാനിവിടെ ഒരു ഇംഗ്ലീഷ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്, അവരുടെ ഒരു ആഡിൻ്റെ. പക്ഷേ ഈ സംഭവം കണ്ടപ്പോൾ നമ്മുടെ യൂട്യൂബിൽ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി തരണം എന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു രീതിയിലുള്ള ഡിസൈൻസ്, നമുക്ക് ഏത് ഡിസൈൻ ആയിക്കോട്ടെ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഈ സ്റ്റീൽ ഡോർ ഉണ്ടാക്കല്ലേ? അതെ, സ്റ്റീൽ ഡോർ ഉണ്ടാക്കുക എന്നുള്ള, സ്റ്റീൽ ഡോർ എന്ന് പറഞ്ഞാൽ റെഡി അവൈലബിൾ പ്രൊഡക്റ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ ഡേയ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെലിവറി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെട്രയുടെ മറ്റൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റേത് ബ്രാൻഡ് കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ എടുത്തിട്ടുള്ള ഏത് ബ്രാൻഡ് എടുത്താലും റെഡി അവൈലബിൾ ഓഫ് പ്രൊഡക്റ്റ്. അതാണ് പെട്രയുടെ പ്രത്യേകത. പെട്ര സിംഗിൾ ബ്രാൻഡിൽ 10,000+ ഡോർസ് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ഒറ്റ ബ്രാൻഡേ ഉള്ളൂ. ഇത് നമ്മുടെ മലയാളികൾ തന്നെയാണോ അല്ലെങ്കിൽ? മലയാളീസ് തന്നെയാണ്. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ. കാരണം മലയാളികളുടെ തന്നെ ഒരു നല്ലൊരു ബ്രാൻഡ് ഇന്ന് ബാംഗ്ലൂരിൽ നന്നായിട്ട് വളർന്നു വരുന്നു, തമിഴ്നാട്ടിൽ വളർന്നു വരുന്നു, ആന്ധ്രയിൽ വളർന്നു വരുന്നു, ഓൾറെഡി കൊച്ചിയിലും കേരളത്തിൽ അത്ര ഇംപ്ലിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ ആദ്യമൊക്കെ കണ്ടത് നമ്മുടെ ബാംഗ്ലൂരുള്ള എന്താ പറയുക, ഈ ഞാൻ താമസിച്ചൊരു ആദ്യം റെന്റ് ഹൗസ് ഉണ്ടായിരുന്നു. ഈ ഡോർ കാണുമ്പോൾ നല്ല ഭംഗിയാ. ഞാൻ സത്യം പറഞ്ഞത് ഇത് തുറക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് സ്റ്റീലാണ്. ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നതാണ് ഒരു 5 വർഷം മുമ്പ്. അപ്പം എന്താ പറയാ, ഞാൻ വിചാരിച്ചു ഈ വാടക വീടിനൊക്കെ എത്രയും അടിപൊളി ഡോറ് ഈ ഓണർ വെക്കോ. അപ്പൊ ഞാനത് തുറക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇതിന്റെ ആ സ്റ്റീലാണ് മനസ്സിലായത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട്, എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഒരു പ്രശ്നമൊന്നും ഈ ഡോറിന് ഇങ്ങനെ മെയിൻ്റനൻസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ലൈഫ് ലോങ് പ്രൊഡക്റ്റ് ആണ്. അതായത് സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ഡോർ വാങ്ങിച്ചു വെച്ചാൽ അതിൽ പിടിക്കും, അതിന് മെയിൻ്റനൻസ് ഉണ്ടോ ഒന്നും ടെൻഷൻ ഇല്ല. ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ഫ്രീ ആണ്. അതെ. കാരണം ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ നിങ്ങളൊരു ഇതിന്റെ ഓരോ സെറ്റ് ടൈപ്പ്, ഇത് ലക്ഷറി ആണോ അല്ലെങ്കിൽ ഇത് പ്രീമിയം സെഗ്മെന്റ് ആണ്. ഇതിൽ തന്നെ ഇതിപ്പോ നമുക്കിപ്പോ ഇതില് ഈ ലൈക്ക് വീടിന്റെ റൂമിനുള്ള വാതിൽ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ്? അതെ, അത് പല സൈസുകളാണ്. ഓരോരുത്തർക്ക് ഓരോ റിക്വയർമെന്റ്സ് ആയിരിക്കും. ആ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടുള്ള ഓരോ സൈസിൽ നമുക്ക് അത് അവൈലബിൾ. ഇപ്പൊ നിങ്ങളിപ്പം നാട്ടിലൊക്കെ ഒരു വീട് വെക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, വീടൊക്കെ ഒന്ന് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ചെലവാണ്. പണ്ടത്തെ പോലല്ല, നല്ല ചെലവാണ്. നമ്മളത് വീട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ടെൻഷനുമാണ്. അപ്പം ഈ ഒരു രീതിയിലേക്ക് ഇന്നിപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം മാത്രമല്ല, എല്ലാ ഒരു സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓപ്ഷൻ അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചാർജ് ലോ ആണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ നമുക്കിതാ നമ്മളെ ഈ ഒരു എന്താ പറയുക, ലൈക്ക് ഓട്ടോമാറ്റിക് ഡോർസ് ആയിക്കോട്ടെ, ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇതാ ഇവരുടെ അടുത്ത് ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പം എനിക്കും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിനായിട്ടൊരു യൂട്യൂബ് പോലെ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടുമെന്ന് മനസ്സിലായി. അപ്പം നമ്മളെ വീട്ടിലേക്ക് അതാ ഉമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്റ്റൈലിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഡോറുണ്ട്. ഇപ്പം എങ്ങനെയാണ് ഇതിപ്പോൾ നമുക്കിപ്പം എങ്ങനെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി കിട്ടുക? നാട്ടിൽ കേരളത്തിൽ നമ്മൾ 14 ജില്ലയിലും നമുക്ക് ഡീലർഷിപ്പുകളുണ്ട്, എല്ലാ പോയിന്റ്സിലും ഉണ്ട്. അപ്പോൾ ഏത് ഏരിയയിലാണോ അവർ വിളിക്കുന്നത് അവരുടെ ഏരിയകളിൽ നമുക്ക് ഡീലർഷിപ്പ് സർവീസ് അവൈലബിൾ ആണ്. നമ്മുടെ ടെക്നീഷ്യൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ കണ്ടംപററി സ്റ്റൈൽ, അതായത് വുഡ് ടച്ച് സ്റ്റൈലാണോ ഉദ്ദേശിക്കുന്നത് അതുണ്ട്, അല്ലെ മോഡേൺ ആർക്കിടെക്ചർ സ്റ്റൈലാണോ കസ്റ്റമർക്ക് വേണ്ടത് അതുണ്ട്. ഇനി എല്ലാ കസ്റ്റമൈസേഷൻ അവൈലബിൾ. നമുക്ക് അവർക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 3 to 4 months ഒക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പം പല ആൾക്കാരും ഇതിലൊക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഡീലർ ആയിട്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമുക്ക് നിലവിൽ കേരളത്തിൽ നമുക്ക് ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്. ഇപ്പോൾ കർണാടക ഓൾമോസ്റ്റ് ഡീലർഷിപ്പ് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് നിങ്ങൾ വിളിക്കാതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. ചാൻസ് ഉള്ള വേക്കൻ്റ് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ ചില
ഏരിയകളിലൊക്കെ വേക്കൻസി അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ അതും നമുക്ക് സംസാരിക്കാൻ കാരണം ഇന്ന് ഏറ്റവും കൂടുതലും നടക്കുന്ന ഒരു പാർട്ടാണ് കൺസ്ട്രക്ഷൻ. സ്വന്തം ഒരു വീട്, ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ഇങ്ങനത്തെ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധമൊക്കെ ഒരു നല്ലൊരു ചെറിയൊരു രീതിയിൽ ചെറിയൊരു ലോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സെക്ടേഴ്സാണിത്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിനോട് ചോദിച്ചത് അതിൻ്റെ രീതി എന്താണെന്നുള്ളത്. കാരണം നമ്മുടെ ചാനലിൽ പല ആൾക്കാരും പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലേക്ക് ഒരു പ്രീമിയം സ്റ്റീൽ ഡോർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. അവരെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവരുടെ ഓരോ ജില്ലേനെ ബന്ധപ്പെട്ടിട്ടും അതേപോലെ തന്നെ ബാംഗ്ലൂരിനെ ബന്ധപ്പെട്ടിട്ടുള്ള, കാരണം ബാംഗ്ലൂരിൽ നമുക്കറിയാം ഒരുപാട് മലയാളികൾ ഇവിടെ സ്വന്തമായിട്ട് ഇപ്പോൾ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് സ്ഥലം വാങ്ങിയിട്ട സ്ഥലമൊക്കെ ഇപ്പോൾ അതാ വീട് വെക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തിയപ്പം വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക വീട്ടിൻ്റെ മെയിൻ ഡോറ് അല്ലെങ്കിൽ ഒരു റൂമിലേക്കുള്ള ഡോറ്, ഞാൻ അതല്ല ഒരു റെസ്റ്റ് റൂം ഡോറ്, ഇതിനൊക്കെ നിങ്ങൾക്ക് പറ്റിയ കോൺസെപ്റ്റാണ് ഇവരുടെ പെട്രൻ്റെ പ്രീമിയം സ്റ്റീൽ ഡോർസ്. അപ്പോൾ താങ്ക് യു ഷാൻ ഭായ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.